വരൂ പിടിക്കൂ കൈകൾ വേഗം നമുക്ക് സൃഷ്ടിക്കാം. നന്മയിൽ നമ്മെ വഴി നടത്തും നേരിൻ വാഹകരെ, അറിവ് മറച്ച് പൗരോഹിത്യം ചൂഷകരാകുമ്പോൾ സത്യമതത്തിൻ വെളിച്ചമേ. അസ്സലാമു അലൈക്കും. അർഹമുർ റഹീമേ തമ്പുരാനേ, ആലം പടച്ച പെരിയവനേ, ആരിലും അൻപ് പൊഴിപ്പവനേ, ആരിലും അൻപ് പൊഴിപ്പവനേ, അൽഹംദുലില്ലാഹ് റഹ്മാനേ. അർഹമുർ റഹീമേ തമ്പുരാനേ, ആലം പടച്ച പെരിയവനേ, അന്ധത ഉറ്റിയായി ഞങ്ങളിലേക്കെന്ന് അമ്പിയാക്കന്മാർ നീ അയച്ചു. അന്ധത ഉറ്റിയായി ഞങ്ങളിലേക്കെന്ന് അമ്പിയാക്കന്മാർ നീ അയച്ചു. അന്തരംഗത്തിനീ മാലിൻ തിളക്കുമായി, അന്തരംഗത്തിനീ മാലിൻ തിളക്കുമായി ഹക്കിലെ കാവലെന്ന വഴി തെളിച്ചു. അർഹമുർ റഹീമേ തമ്പുരാനേ, ആലം പടച്ച പെരിയവനേ, ആരിലും അൻപ് പൊഴിപ്പവനേ, ആരിലും അൻപ് പൊഴിപ്പവനേ, അൽഹംദുലില്ലാഹ് റഹ്മാനേ. അർഹമുർ റഹീമേ തമ്പുരാനേ, ആലം പടച്ച പെരിയവനേ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتكم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة فلهم عذاب عليم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله الذي آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا فلهم عذاب عليم بما كانوا يكذبون. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും. കഅബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാം വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ, കഅബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാം വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ, പാരിൻ നടുവിൽ പെരിയോനമൈത്ത പരിശുദ്ധ കഅബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം, പടപ്പുകൾ ലബ്ബൈക ചൊല്ലിയണയും
തൗഹീദിൻ ദേവാലയം കണ്ണിൽ കാണിക്ക കഅബാലയം കഅബാലയം കാണിക്കണേ അല്ലാ കരുണാമൃതം വർഷിക്കണേ അല്ലാ കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ മക്കം കാണാം വിധി കൂട്ടണേ അല്ലാ റൗള കാണിക്കണേ അല്ലാ പണ്ട് ഖലീലിൻ കൈകളാൽ തീർത്ത ശാന്തി മന്ദിരമേ പരനെ സുജൂദ് ചെയ്യാൻ നിദാനം കിബിലയാം സൗഭാഗ്യമേ പരിശയിൽ ഇഹ്റാം കെട്ടിയണയും അഹദിന്റെ വന്ദ്യാലയം കണ്ണിൽ കാണിക്ക കഅബാലയം കഅബാലയം കാണിക്കണേ അല്ലാ കരുണാമൃതം വർഷിക്കണേ അല്ലാ കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ മക്കം കാണാം വിധി കൂട്ടണേ അല്ലാ റൗള കാണിക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എൻ്റെ പൊന്നു ഉപ്പ ഉമ്മ, നിങ്ങൾക്കറിയുമോ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന്? നിങ്ങളെ എനിക്ക് ഉമ്മയായി കിട്ടിയതിൽ, ഉപ്പയായി കിട്ടിയതിൽ ഞാൻ റബ്ബിനോട് എത്ര സ്തുതി ചെയ്യണം. എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര വേദന സഹിച്ചു. എൻ്റെ ചെറിയ അസുഖം പോലും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. എന്നാൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു, അത് നിങ്ങൾ മറന്നു പുറത്തു. എന്നാൽ ഫജറിന് നേരത്തെ എണീക്കുന്ന നിങ്ങൾ ഉറങ്ങുന്ന എന്നെ വിളിക്കാത്തത് എന്താ? കാരണം എന്താ? സ്നേഹം കൊണ്ടാണ് ഉപ്പ ഉമ്മ. അതിന് കാരണം ഉപ്പ ഉമ്മ, ഞാൻ ഹൃദയത്തെ കുറിച്ചും അതിന്റെ പ്രവൃത്തിയെ കുറിച്ചും ഞാൻ സ്കൂളിൽ പഠിച്ചു. പക്ഷെ ഹൃദയത്തിൽ ഉമ്മയോട് ഉപ്പയോട് സ്നേഹം വേണമെന്ന് ഞാൻ മദ്രസയിൽ പഠിച്ചു. കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഞാൻ സ്കൂളിൽ പഠിച്ചു. പക്ഷെ കണക്കൊന്നും നോക്കാതെ ഉപ്പയോട് ഉമ്മയോട് സ്നേഹം വേണമെന്ന് ഞാൻ മദ്രസയിൽ പഠിച്ചു. വൃദ്ധരായ മാതാപിതാക്കളോട് സ്നേഹം വേണമെന്ന് ഞാൻ മദ്രസയിൽ പഠിച്ചു. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിവായി നിലയായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിവായി നിലയായി. മുറുസലെന്നറിഞ്ഞു യാക്കൂബ് നബിക്ക് പിരിശപ്പു കനിയായി. അപ്പോൾ മുറുമുറു പരിശം ഹൃദയത്തിൽ യൂസുഫിൻ സഹോദരർ കുളവായി. ഒരു ദിനം അവർ ചെന്നരിയാടും ഒരുമിച്ചൊരു കാട്ടിലനവായി. വേഗം വധിക്കണം നബി യൂസുഫിനെ എന്നവ കകതറിൽ കൊതിയായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിവായി നിലയായി. പിതാവിനോട് അവരെന്തുര ചെയ്യുമെന്ന പൊഴുതവ നിനവായി. ഉടനെ ഒരു വഴി അവരാക്കി തരത്ത് മനസ്സിൽ വിരിഞ്ഞൊരു മലരായി. ഒരു പൊട്ടക്കിണറ്റിൽ നബി യൂസുഫിന കുടിലവരിടലായി. പിന്നെ അജഗന മറുത്ത് ചുടുചൊര പുരട്ടി ഉടുതുണി നജസാക്കി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിവായി നിലയായി. യാക്കൂബ് നബിക്ക് കനിമുന്റെ ഉടുപ്പ് അവർ കൊടുക്കുകയായി. നബിയെ കാട്ടിലെ ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞ് അവർ കരയുകയായി. കനിവിന്റെ കടലാം യാക്കൂബ് നബിക്ക് തിരമറിയുകയായി. കൽബിൽ അഹദവന്റെ മറായി ജിബിരിൽ പറന്ന് കിണറ്റിനെ കനവായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി.
ഒളിവായി നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവില്ലൊളിവായി നിലയായി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിവായി നിലയായി. അസ്സലാമു അലൈക്കും. എന്നെ വളർത്താനും ഉണ്ട് സ്നേഹമുള്ളൊരു അബുമുണ്ട്, പാർക്കാൻ നല്ലൊരു സകരുണ്ട്, യാത്രയ്ക്കായി മർക്കബുണ്ട്, എന്റെ കയ്യിൽ ഇബറുണ്ട്, പൂന്തോട്ടത്തിൽ വർദ്ദുണ്ട്, ആകാശത്തിൽ ശംസുണ്ട്, രാത്രി കാണും ബദറുണ്ട്, ബദറിന ചുറ്റും നജമുണ്ട്, കാണാൻ എന്തൊരു അഴകുണ്ട്, ബാഗിലേക്കൊരു തൗറുണ്ട്, ദാഹമകറ്റാൻ റബബുണ്ട്, ഉറവും കെട്ടി അബ് നമ്മെ മദ്രസ കൊള്ള പറഞ്ഞു വിടും, ദറബിനു മുമ്പിൽ മദ്രബ് കേറി മദ്രസയിൽ നാം എത്തുമ്പോൾ ലൗഹിൽ എഴുതി ഉസ്താദ് അക്ഷരമാല പഠിപ്പിക്കും, കൽബിൻ കഴുത്തിൽ കബീലുണ്ട്, സകന് പണിയാൻ ലബീനുണ്ട്, ബിഅറിൽ നിറയെ മാ ഉണ്ട്, കോരാൻ ദൽവുൻ ഹബലുണ്ട്, ജബലിൽ വലിയൊരു ഷജറുണ്ട്, ഷജറിൽ അമ്പജ് നിൽപ്പുണ്ട്, അമ്പജ് തിന്നാൻ കൊതിയുണ്ട്, കിട്ടാൻ എന്തൊരു വഴിയുണ്ട്. അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്താദന്മാരെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, അസ്സലാമു അലൈക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഒരു കൊച്ചു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവൻ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വാരി തിന്നാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചു കൂട്ടുകാരുടെ കൈ പിടിച്ച് സ്നേഹത്തോട് ചോദിച്ചു, കുഞ്ഞു മകനെ, കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുക, വലത് കൈ കൊണ്ട് കഴിക്കുക, നിന്റെ ഭാഗത്ത് കൊണ്ട് കഴിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുക, അഥവാ ബിസ്മി ചൊല്ലിയെങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു എന്ന് പറയുക. ഈ സൽപ്രവർത്തികൾ അള്ളാഹു നമുക്ക് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان. النجم والشجر يسجدان. السماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. السلام عليكم. بني الإسلام على خمسة أركان في الدين: صوم وصلاة وزكاة حج والشهادتين. شهادة أن لا إله إلا الله وأن محمد رسول الله. إقام الصلاة إيتاء الزكاة وصوم رمضان وحج بيت من استطاع
إليه سبيلا شهادة أن لا إله إلا الله وأن محمد رسول الله لا أعبد في الكون إلا الله ورسول البشر هدى بني الإسلام على خمسة أركان في الدين صوم وصلاة وزكاة حج والشهادتين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين. أما بعد، السلام عليكم ورحمة الله وبركاته. قال رسول الله صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. فإن المرء إذا أراد أن يكون من خيار الناس فعليه بالقرآن، وللقرآن فضل عظيم جدا. وقال صلى الله عليه وسلم: إن الله تعالى أهلين من الناس. قالوا: من هم يا رسول الله؟ قال: هم أهل القرآن وأهل الله وخاصته. أيها الأحبة الكرام، القرآن سكينة ورحمة وشفاء. قال جل وعلا: وننزل من القرآن ما هو شفاء ورحمة للمؤمنين. والقرآن سبب لرفع درجات في الجنان. وفي هذا البلاد القرآن ليس أمر صعب، بل هو سهل جدا. يوصل وسائل كثيرة كالالتحاق بالحلقات تحفيظ القرآن وغيرها. قال رسول الله صلى الله عليه وسلم: من قرأ حرفا في كتاب الله فله به حسنة، والحسنة بعشر أمثالها. لا أقول ألف لام ميم، الألف حرف ولام حرف وميم حرف. وقال أيضا: ماهر به مع السفرة الكرام البررة. أسأل الله أن يجمعنا في الفردوس مع الأنبياء والصديقين والشهداء الصالحين وحسن أولئك الرفيقا. السلام عليكم ورحمة الله وبركاته. السلام عليكم. كن سعيدا كن فريدا وش في فخر في الحياة، لا تبالي فالمعالي وش في فخر في الحياة. كن فريدا كن فريدا وش في فخر في الحياة، لا تبالي فالمعالي بالتحدي في الأسباب بالتحدي لا سواه. حرر النفس ولا تهيا هباء، يا هريا أنت واللتر الرداء. حرر النفس ولا تهيا هباء، يا وليا أنت واللتر الرداء. خذ قرارا وانطلق لا تنطلق، ليس كل الناس أهل للعلا. خذ قرارا وانطلق لا تنطلق، ليس كل الناس أهل للعلا. ليس كل الناس أهل للعلا. كن سعيدا كن فريدا عش في فخر في الحياة، لا تبالي فالمعالي بالتحدي لا سواه بالتحدي لا سواه. ذلك الدهر الذي ترضى به، هل يراك الكون من صنعه. ذلك الدهر الذي ترضى به، هل يراك الكون من صنعه. ودع الأحلام يا فارسنا، كن بهذا العصر من علامه. ودع الأحلام يا فارسنا، كن بهذا العصر من علامه. كن بهذا العصر من علامه. كن سعيدا كن فريدا عش في فخر في الحياة، لا تبالي فالمعالي بالتحدي لا سواه بالتحدي لا سواه.
ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ഉസ്താദന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നൊരു സംഭവമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ തൻ്റെ ഇടത് കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടുകൂടി ഇസ്ലാമിൻ്റെ മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. സഹോദര, നീ നിന്റെ വലത്തെ കൈ കൊണ്ട് കഴിക്കുക, ഇടത് കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു. അയാൾ ദേഷ്യത്തോടുകൂടി തിരിച്ചു പറഞ്ഞു, എനിക്കതിന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിനക്കത് കഴിയാതിരിക്കട്ടെ. അതിനുശേഷം അദ്ദേഹത്തിന് ചുമലിന് മുകളിലേക്ക് വലത് കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല, മരണം വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ധിക്കരിച്ച ആ മനുഷ്യന് തക്കതായ പ്രതിഫലം കിട്ടി. അത്തരം അഹങ്കാര വർത്തമാനങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സന്ദിനെ വിളിച്ചേ? ഞാൻ പരിപാടിക്കൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. ഈദ് മിനിറ്റിനും ചോദ്യം, മദ്രസയിൽ ചോദ്യം. ആ സിമ്പിളാക്കണേ. ഇത്ര ഈസിയല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഇത് 2ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ അറിയാലോ. തൗഹീദല്ലേ? തൗഹീദുൽ ഉലൂഹിയ, റുബൂബിയ്യ, അസ്മാഉ വസിഫാത്ത് അതറിയാം. ആ 2+3=5 അല്ലേ? 2+3=5. 7 - 5 = 2. 3 × 3 = 9. അങ്ങനെ 38 × 54 അല്ലേ? ഉസ്താദ് ആളുള്ളല്ലോ. ഈസിയല്ല ഉസ്താദ് പറഞ്ഞിട്ട് ആടക്ക. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താ പറഞ്ഞിട്ടുള്ളത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എന്നെ സംരക്ഷിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കളെയും നീ സംരക്ഷിക്കും. അതുപോലെ എൻ്റെ മാതാപിതാക്കളെയും നീ സംരക്ഷിക്കും. അവർക്കാർക്ക് ദുആ ചെയ്യലുണ്ട്. അവർക്കാർക്ക് കേൾക്കെ ചെയ്യാറുണ്ട്. അത് സംരക്ഷിച്ച അപ്പൊ സപ്പോർട്ട് കൂടും. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ കുറച്ചുകൂടെ കൊള്ളുമെന്ന് വലുതാവുമ്പോ അതന്നെ. ശരി, ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഉപ്പയോടാണോ ഉമ്മയോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇതിപ്പോ ഒരു പ്രാവിനോട് 2 ചിറകിൽ ഏതെങ്കിലും പോയാൽ അതങ്ങനെ ചോദിക്കുന്ന പോലെ ആയിപ്പോയില്ല ഉസ്താദ്. ഒരു പ്രാവിന് 2 ചിറകും ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പൊ ഏത് ചിറകിനോട് അങ്ങനെ ഇഷ്ടമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് മനസ്സിലായി, ചോദ്യം മനസ്സിലായി. സംസാരം അതായത് ഒരു പ്രാവിനോട് നമ്മൾ ചോദിക്കുകയാണ് ഏത് ചിറകാണോ, വലുതാണോ ഇടതാണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളത് പറയുന്നതെന്നാണ്. ശരിയാണ്. എന്നാലും പക്ഷെ നബി പറഞ്ഞിട്ടുള്ള ഉമ്മാനോട് ഇഷ്ടപ്പെടണ്ടായിരുന്നു. ഈ ഒരു ഇത് പറഞ്ഞില്ല. അങ്ങനെയാണ് ഉസ്താദന്മാരോട് ഉസ്താദന്മാരിൽ ആരോടാണ് സ്നേഹം? ചിലപ്പോൾ പൈസ ഉസ്താദ് പറയുന്നല്ലോ തടിയൊക്കെ ഉള്ളത്. ഉസ്താദന്മാരിൽ ആരോടാണ് സ്നേഹം? ഉപമാരണ കൊളായല്ലോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. 5 വരെയുള്ള എല്ലാവർക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ? അതേപോലെ ഓരോ വെള്ളം ഇമ്പോർട്ടൻ്റാ, ഓരോ ഉസ്താദും ഇമ്പോർട്ടൻ്റാ. വേറെ എന്തെങ്കിലും ഇല്ല, മതി ഉസ്താദ്. അസ്സലാമു അലൈക്കും. السلام عليكم. الحمد لله رب العالمين، الصلاة والسلام على نبيه محمد الأمين. أما بعد، أعوذ بالله من الشيطان الرجيم.
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإن له لحافظون. സ്നേഹാദരായ രക്ഷിതാക്കളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനും സുന്നത്തും എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, മുസ്ലിമായി നാം ഓരോരുത്തരും ജീവിച്ച് ഇസ്ലാം ഈമാൻ കാര്യങ്ങൾ യഥാവിധം വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ അള്ളാഹു എല്ലാവരും ദോസിലാകട്ടെ. അസ്സലാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى. سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. السلام عليكم. Assalamu alaikum. Give thanks to Allah for the moon and the stars, praising all day for what is and what was. Take hold of your iman, don't give in to shaitan. O you who believe, please give thanks to Allah. Allahu Ghafoor, Allahu Rahim, Allahu Yuhibbul Muhsinin, wa khaliquna, huwa raziquna, wa huwa ala kulli shay'in qadir. Allah is Ghafoor, Allah is Rahim, Allah is the one who left down sinning. He is the creator, He is the sustainer, and He is the one who has power over all. Assalamualaikum. أعوذ بالله من الشيطان الرجيم. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح. المصباح في زجاجة، الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. في بيوت أذن الله أن ترفع ويذكر فيها
اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو خسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. السلام عليكم. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാദാ ജീവൻ തന്ന താജ ജന്മം തന്ന നാദ ജീവൻ തന്ന താജ കരയാൻ വിധിച്ചവരോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാനെന്നും സങ്കടമേറ്റുപാടി ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാനെന്നും സങ്കടമേറ്റുപാടി ഞാൻ ഉറങ്ങു രാവുകളിൽ മിഴിനനയാദിനവുണ്ടോ യാതനകൾ ചൊല്ലിടാൻ നീയല്ലാതാരുണ്ട് അല്ലാഹ് അല്ലാഹ്. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാര് ഈ കാലമെന്നിൽ എന്നും നിൻ കടാക്ഷം നൽകിടേണേ ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാര് ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഞാൻ ഉറങ്ങു രാവുകളിൽ മിഴിനനയാദിനവുണ്ടോ യാതനകൾ ചൊല്ലിടാൻ നീയല്ലാതാരുണ്ട് അല്ലാഹ് അല്ലാഹ്. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ തേടവേ
ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽവ് പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ, ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ, കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പം ഞാൻ ഇപ്പം നോക്കുമ്പോൾ അൽഹംദുലില്ലാ നല്ല ശതമാനം കണ്ണാടി ഉള്ളവരാണ് അല്ലേ. ഇപ്പോഴത്തെ സാങ്കേതിക ലോകത്ത് ഇപ്പോൾ ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ വിവരം സാധാരണ ആളുകൾക്കുണ്ട് അല്ലേ. നമ്മുടെ മുമ്പിൽ വാട്സപ്പും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കണ്ണാടി അത് ഒരു സിമ്പിൾ ഫിസിക്സാണ്. നമ്മുടെ കാഴ്ച അതിന് മുമ്പ് ഇപ്പോൾ പല രീതിയിൽ ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുമ്പോഴുണ്ട് കണ്ണാടി ഇല്ലാതെ ചികിത്സയുണ്ട്, മർമ്മൽ ചികിത്സയുണ്ട്, അവിടെ അമർത്തിയാൽ കണ്ണാടി ഇല്ലാതെ കാണാം, ഇവിടെ അമർത്തിയാൽ കണ്ണാടി കാണാം, അങ്ങനത്തെ കുറേ സിസ്റ്റമൊക്കെ ഉണ്ട്. അത് വിജയമല്ല, നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കണ്ണാടി ആരും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ രണ്ടാമത്തെ ആൾ മുതൽ ഇവിടുത്തെ മൂന്നാമത്തെ ആൾ വരെ കണ്ണാടിയാണ്. അപ്പം കണ്ണാടി അതിൽ വേറെ മാജിക് ഒന്നുമില്ല. അതായത് നമ്മൾ കാണുന്ന സുബ്ഹാനല്ലാഹ്, അതായത് നമ്മുടെ ഈ ചെറിയൊരു സിസ്റ്റം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയൊരു അവയവം എന്ന് പറയാവുന്ന ഒന്നാണ് കണ്ണ്. 7 ഗ്രാം അത്രയേ ഉള്ളൂ കണ്ണ്. സുബ്ഹാനല്ലാഹ്, ആ കണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകം കംപ്ലീറ്റ് കാണുന്നത്. അതിലെ സിസ്റ്റം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഫുൾ ടൈം അള്ളാഹുവിനെ സുജൂദ് ചെയ്താൽ പോലും തീരാത്ത രീതിയിലാണ്. നമ്മളിപ്പോൾ ഒരു ഇമേജ് കണ്ടാൽ വെറും 3 മില്ലിമീറ്റർ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. 3 മില്ലിമീറ്ററിൽ കൂടെയാണ് നമ്മൾ ഈ ലോകം കാണുന്നത്. ആ ഇമേജ് നമുക്കറിയാം, ക്യാമറയിൽ ഒരു ലെൻസ് ഉണ്ട്, ഒരു ഫിലിമുണ്ട്. കണ്ണിൽ അങ്ങനെയല്ല, കുറേ കൂടി സിസ്റ്റം കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ്റെ സൃഷ്ടിപ്പ്. അതായത് നമ്മളൊരു ഒരു ഇമേജ് കാണുമ്പോൾ ലെൻസിൽ കൂടെ, ഞാൻ പറഞ്ഞു 3 മില്ലിമീറ്ററിൽ കൂടെ ലെൻസിൽ കൂടെ വന്ന് അത് റെറ്റിനയിൽ പതിച്ച് അവിടെ നിന്ന് പിന്നെ തരംഗങ്ങളായി ബ്രെയിനിൽ പോയി, ബ്രെയിനിൻ്റെ ബാക്കിലാണ്, ബ്രെയിൻ മൊത്തം പാസ് ചെയ്ത് ബാക്കിലാണ് കണ്ണിൻ്റെ സെൻറ്റർ. അവിടെ ആദ്യം പോയി ആ ഇമേജ് തല തിരിഞ്ഞായിരിക്കും, അതിനെ നേരെ തിരിച്ച് റെറ്റിനയിൽ വന്ന് വേണം നമുക്ക് കാണാൻ. ഇതെല്ലാം മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ സംഭവം നടക്കും. സുബ്ഹാനല്ലാഹ്, അതാണ് 40 വയസ്സിന് ശേഷം റീഡിങ് ക്ലാസ് വയ്ക്കുന്നത്. 40 വയസ്സ് വരെ ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വളരെ അടുത്ത് കാണാൻ പറ്റും. 40 വയസ്സിന് ശേഷം കണ്ണിനുള്ള ലെൻസിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറയാണ് ചെയ്യുന്നത്, അതിന് പ്രായമാകുന്നു. അപ്പം ഈ രീതിയിലുള്ള സിസ്റ്റം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അത് ചെറിയ എന്തെങ്കിലും ഒരു പോരായ്മ വരുമ്പോഴാണ് നമുക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ പിള്ളേരും എല്ലാവരും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഐ ചെക്ക് വേണമെന്നാണ്. ഐ ഡോക്ടർമാരെ നിങ്ങളൊരു 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോൾ ഒന്ന് കാണണം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അല്ല, കണ്ണിൻ്റെ ഡോക്ടർ. അപ്പം അത് മസ്റ്റാണ്. അതായത് ഇപ്പോഴത്തെ സിസ്റ്റം സ്കൂൾ എൻട്രിക്ക് മുമ്പ്, ഇപ്പം ഞാൻ അറിഞ്ഞതിപ്പോൾ നാട്ടിൽ നമ്മുടെ ഇളയാൾ 3 വയസ്സുള്ളൂ. ഇപ്പം LKG ചെല്ലണതിന് മുമ്പ് തന്നെ ഇപ്പോൾ അവിടെ മെഡിക്കൽ ചെക്കപ്പ് വേണമെന്നാണ്. മെഡിക്കൽ ഡോക്ടറിൻ്റെ പീഡിയാട്രിഷ്യൻ്റെ ഒരു ഫോം ഉണ്ട്, വലിയ സ്കൂളിൽ നിന്ന് വലിയൊരു ഫോം കൊടുത്തേക്കാണ്. ഹൈറ്റ്, വെയിറ്റ്, കണ്ണ്, ഡെൻ്റൽ എല്ലാം വെച്ചിട്ട് LKGക്ക് എൻട്രി വരുമ്പോൾ തന്നെ 3.5 വയസ്സുള്ള കൊച്ചിന് ചെല്ലുമ്പോൾ തന്നെ ഈ ഫോമെല്ലാം പീഡിയാട്രിഷ്യൻ വഴി ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്താലേ സ്കൂളിൽ അഡ്മിഷനുള്ളൂ. അപ്പോൾ അതൊരു കണക്കിന് നമുക്ക് നല്ലതായിട്ട് നോക്കാം. കാരണം സ്കൂൾ എൻട്രിക്ക് മുമ്പ് കണ്ണ് നമ്മൾ ചെക്ക് ചെയ്യണം. അത് വിഷയം എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് കണ്ണാടി ഇല്ലെങ്കിൽ, നമുക്ക് തന്നെ അറിയാം, കണ്ണാടി ഇല്ലെങ്കിൽ കണ്ണിങ്ങനെ ചുരുക്കി പിടിച്ചാൽ അവർക്ക് കാണാൻ പറ്റും. ഈ കണ്ണാടി ഉള്ളവർക്ക് തന്നെ ചിലവർക്ക് കണ്ണ് നല്ലോണം ഇങ്ങനെ ചുരുക്കി പിടിച്ചാൽ ക്ലിയർ ആയിരിക്കും ഇമേജ്. പക്ഷെ അധികം നേരം നമുക്ക് അതുപോലെ നോക്കാൻ പറ്റില്ല, നോക്കിയാൽ നമുക്ക് തലവേദന വരും. പിന്നെ ഇപ്പോൾ 40 വയസ്സിന് ശേഷം നമ്മൾ കാണാത്തത് വളരെയധികം കുറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വായനശീലമുള്ള ആളുകളായിരിക്കും.
അപ്പോൾ ഒരു കണ്ണാടി വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ ഈ കിട്ടണ ഇമേജ് ബ്രെയിനിന് ക്ലിയർ ആയിരിക്കണം. ബ്രെയിൻ ക്ലിയർ ആക്കാൻ വേണ്ടി കുറേ നേരം ശ്രമിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തലവേദന വരും. അതൊരു സിഗ്നലാണ്, പിന്നെ നിങ്ങൾ തുടരരുത്. കാരണം ബ്രെയിനിന് പിന്നെ ആ ഇമേജ് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ ക്ലാരിറ്റി, ഇത്രയുള്ള വിഷയമുള്ളൂ. നമ്മൾ കാണുന്ന കാഴ്ച ക്ലിയർ ആയിരിക്കണം. അത് ഏത് ഏജിലാണെങ്കിലും. നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിപ്പോൾ കുട്ടികൾ ചെല്ലുമ്പോൾ ഡിസ്റ്റൻസ് കാണുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം വായിച്ചു വരുമ്പോൾ ഉറക്കം വരിക, തലവേദന വരിക, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത്ര നാൾ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നൊരു കൊച്ചായിരുന്നു. ഈ ഒരു പ്രശ്നം കൊണ്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത്, ഇപ്പോൾ ഏത് തലവേദന എന്ന് പറഞ്ഞാൽ ആദ്യമേ അവർ കണ്ണ് ഡോക്ടർമാർക്ക് റെഫറലാണ്, എന്നിട്ടേ തലയുടെ ഡോക്ടർ തന്നെ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കണ്ണാടി ഒരു 6 മാസം കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. സാധാരണ നമ്മൾ പറയുന്നത്, നമ്മൾ വെക്കുന്ന കണ്ണാടി കൊണ്ട് നമ്മുടെ ഇമേജ് ക്ലിയർ ആണ്, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോകണമെന്നില്ല. പിന്നെ ചിലവർക്കുണ്ടല്ലോ ഈ ഒരു വസ്വാസ് അങ്ങനെയുള്ള ഒരു 6 മാസം കൊണ്ടൊക്കെ കാണിക്കാം. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള കണ്ണാടി കൊണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് തലവേദന ഒന്നുമില്ല, വളരെ ഹാപ്പിയാണെങ്കിൽ ആ കണ്ണാടിൻ്റെ കറക്റ്റാണെന്ന് അർത്ഥം. ആ പവർ ഈ കണ്ണാടിയുടെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഫിസിക്സ് ആ നമുക്ക് പ്ലസ് ലെൻസും മൈനസ് ലെൻസും ആണ്. അതായത് നമ്മളെ റെറ്റിനയിലേക്കുള്ള ഇമേജ് ക്ലിയർ ആക്കി തരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല അവർ. നമ്മുടെ മുമ്പിലുള്ള കണ്ണാടി വെച്ചിട്ട് അത് ആ ഇമേജിനെ റെറ്റിനയിലോട്ട് ക്ലിയർ ആക്കി തരും. ഇതിന് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറയാനുള്ള കോണ്ടാക്ട് ലെൻസാണ്. കോണ്ടാക്ട് ലെൻസ് അൽഹംദുലില്ലാ നമ്മൾ മലയാളികളുടെ ഇടയ്ക്ക് വളരെയധികം ബോധവൽക്കരണം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഫാഷൻ രീതിയിലൊക്കെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിന് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വളരെ ആവശ്യമുള്ള ഇപ്പോൾ സ്പോർട്സ് രംഗത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാം. കാരണം കണ്ണാടി വെച്ചിട്ട് കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് സമയത്തേക്ക് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വളരെ സൂക്ഷിക്കണം. ഉപയോഗിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കണം. പിന്നെ വേറൊന്നൊരു ഇഷ്യൂ ഉള്ളത് ലേസറാണ്. കണ്ണടിക്കാൻ പകരം ലേസർ ചികിത്സ. അതായത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒരു ആശാരിപ്പണി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കണ്ണാടിക്കും പകരമുള്ള രീതിയിൽ ഇമേജ് ആക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ലേസർ ചെയ്യുന്ന കണ്ണ് ഡോക്ടർമാർ പോലും കണ്ണാടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. അപ്പോൾ ഇതെല്ലാവർക്കും മസ്റ്റല്ല. ഇപ്പോൾ ഇവിടെ ചിലർക്ക് ക്രേസി ആയിട്ടുള്ള കുറേ ആളുകളുണ്ട് നമുക്ക് ലേസറാക്കാൻ. പക്ഷെ അത് കട്ടിങ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഭാഗം കുറച്ചത് കട്ട് ചെയ്ത് മാറ്റുന്നത് വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാനുള്ള സംഭവം മാത്രമാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർ വിചാരിക്കും ലേസർ മസ്റ്റ് ആണെന്നുള്ള രീതിയിൽ വരുന്ന ഒരു ചിന്തയാണ്. അതൊരിക്കലും കറക്റ്റ് അല്ല. കണ്ണാടിയാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് പുറത്താണ്, ശരീരമായിട്ട് ബന്ധമില്ല, പുറത്ത് വയ്ക്കുക, എടുക്കുക, ഊരാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം പിന്നെ കോണ്ടാക്ട് ലെൻസ്, പിന്നെ ലേസർ. അൽഹംദുലില്ലാ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കേട്ട ക്ലിയറാന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم. أمي ما أعلاها هي في قلبي لا أنساها. عاشت أمي أدعو ربي طول اليوم ربي إفلت أمي عاشت. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في يمد ممددة. السلام عليكم. أعوذ بالله من الشيطان الرجيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد
أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح أرأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. السلام عليكم. ചെറിയൊരു എക്സസൈസിലെ തുടങ്ങാം കേട്ടോ, കാരണം എല്ലാവരും വാമപ്പ് ചെയ്യണം. പെട്ടെന്ന് ഓടിയാലല്ലോ മസിലൊക്കെ പുള്ളാവും, പിന്നെ അതിന്റെ പിന്നാലെ അടക്കേണ്ടി വരും നമ്മള്, അല്ലേ? അപ്പൊ ഉസ്താദ് മദ്രസയിൽ നിന്ന് ചെയ്യുന്ന എക്സസൈസ് ആൾക്കാർക്ക് അറിയാല്ലേ? ഈ ഉസ്താദ് ഇപ്പൊ ഉസ്താദ് കാണിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. 5 മിനിറ്റ് മാത്രം, 5 മിനിറ്റ് 2 മിനിറ്റ് കേട്ടോ, ലെസ് ദാൻ 2 മിനിറ്റ്. ഓക്കെ, ബിസ്മില്ലാ. ബിസ്മിൽ ചൊല്ലി തുടങ്ങാം. ഇനി ഈ ഉസ്താദ് ചെയ്യുന്ന മാതിരി എല്ലാവരും ചെയ്യട്ടോ. ഈ ഉസ്താദ് ചെയ്യുന്ന പോലെ ഈ ഉസ്താദ് ഇവിടെ മുന്നിലുള്ള ഉസ്താദ് ഉണ്ടല്ലോ, ഉസ്താദ് ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യാം. ഈ ഉസ്താദ് ഇവിടെ കരാട്ടെ ഉസ്താദ്, ക്യാപ്റ്റൻസ് മുന്നിൽ വേണം കേട്ടോ. എല്ലാവരും കാലിന്റെ മടുമ്പോഴും പൊക്കുക, ശ്വാസം പിടിക്കുക. ഞാൻ ചെയ്ത് നോക്കാം. ഇനി കാല് താഴ്ത്തുമ്പോ ശ്വാസം പതുക്കെ മൂക്കിനോട് വിടാം. കൈ മുട്ടും വെക്കാം, കൈകാല് മുട്ടും. അത് നല്ലൊരു പരിപാടി അല്ലേ? ഓപ്പോസിറ്റ് കിടക്കാം. ഒരു കാര്യം വെച്ചിട്ട് കൈ വരുമ്പോൾ വെക്കാം. ഓപ്പോസിറ്റ് കിടക്കാം. ചേഞ്ച് കൈ വരുമ്പോൾ ഒരേ കിടക്കാം. ഓപ്പോസിറ്റ് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ബ്രേക്ക് പിടിക്കട്ടോ. ഇനി ഒരു കൈ പൊക്കിട്ട് ഒരു കൈ പൊക്കും. ഓപ്പോസിറ്റ് കൈ നിർത്തിട്ടോ. കൈ ടച്ച് ചെയ്യുന്നുണ്ട്, ബാക്കിലേക്ക് ഇറങ്ങിട്ടോ. ഓരോ കൈ കട്ടം ചെയ്യാം. ഓപ്പോസിറ്റ് ചെയ്യാം. രണ്ട് കൈ ഒരുമിച്ച് ചെയ്യട്ടോ. കൈ ബാക്കിൽ ഫ്രണ്ടിൽ കറക്റ്റ്. അപ്പൊ ഇപ്പൊ ഫൈസൽ ഉസ്താദ് വിസിലടിക്കുമ്പോ ഓടാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുക. ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ്. ഫൈസൽ ഉസ്താദ് വിസിലടിക്കാം, റെഡിയാണോ? എല്ലാം റെഡിയായിട്ട് നിൽക്കുക. ശരി, റെഡി? 1 2 3. എത്ര കുട്ടികളാണ്? റെഡി? 1 2 3. നേരോട്. റെഡി? 1 2 3. റെഡി? 1 2 3. എല്ലാം പ്രശ്നമല്ല. റെഡി? 1 2 3. അതെങ്ങനെയാ? റെഡി? 1 2 3. റെഡി? 1 2 3. Ready? 1 2 3.
Ready? 1, 2, 3. 1, 2, 3. ഇപ്പൊ നടക്കുന്ന 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും എല്ലാം റെഡി ആയിട്ട് നിൽക്കാം. 1, 2, 3. എല്ലാം റെഡിയായി ശ്രദ്ധിക്കേ. കളിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്ക്. 1, 2, 3. ഗ്രീൻ ബസ്സിലെത്തിയിരിക്കുകയാണ്. ആവേശകരമായ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സിആർകാരൻ മുന്നിൽ വന്നിരിക്കുകയാണ്. സിആർകാരൻ സാക്രൈസ് ആണ് നടക്കാൻ പോകുന്നത്. റെഡി? 1, 2, 3. ആക്സിഡന്റിന്റെ വണ്ടിയുടെ ഒരാൾ അകത്തിരുന്ന് ഉറങ്ങുകയാണെന്ന് നോക്കാം. ഹ്യുണ്ടായി ആക്സിഡന്റ് ഇവിടെ ഇല്ല. ആൾക്കാർ അകത്തിരുന്ന് ഉറങ്ങുമായിരിക്കും. അത് കേൾക്കത്തില്ല. ആളിൽ ആരും ഉറങ്ങുന്നെങ്കിലും പറഞ്ഞേ. Ready? 1, 2, 3. വരട്ടെ വരട്ടെ. സെക്കൻഡ്. Ready? 1, 2, 3. പോയി. ഓടിക്കോ. റെഡാണ് ഇപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് റെഡി? 1, 2, 3. റെഡാണ് മുന്നിലിരിക്കുന്നത്. റെഡ് ബസ്സിലെത്തിയിരിക്കുന്നു. മാഷാ അല്ലാഹ്. യെല്ലോ സെക്കൻഡ്. ഫസ്റ്റ് റെഡ്. 1, 2, 3. റെഡിയാണ്. ആ കമ്പാൽ ഇറങ്ങിയിരിക്കുകയാണ്. ആവേശകർ
അവര് ചോദിച്ചു ലാസ്റ്റ് നിന്നാളുടെ മുടി വിട്ടുപോയി. ഇതാരും ഫൈനലെത്തുന്നപ്പോ സംശയമാണ്. രണ്ടുപേരും ഒരുപോലെ നിൽക്കുകയാണ്. ഒരേ സ്ട്രെങ്ത് തന്നെ രണ്ടുപേരും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും വെളുപ്പോളം വലിക്കുമെന്ന് തോന്നുന്നു. എല്ലാവരും ശ്രദ്ധിക്കാതെ ട്രോഫിയാണ് ഇവിടെ ഉണ്ട്. ഈ ട്രോഫി സ്വന്തമാക്കാനായിട്ടാണ് എല്ലാ ഹൗസുകളും ശ്രമിക്കേണ്ടത്. ട്രോഫി അവിടെ ഉണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക സ്വന്തമാക്കാനായിട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. റെഡ് ആൻഡ് ബ്ലൂവിന്റെ ഫൈനൽ റൗണ്ട് കമ്പനിയാണ് നടക്കുന്നത്. റെഡ് ആൻഡ് ബ്ലൂ എല്ലാം റെഡിയാവുക. റെഡി റെഡി ഇപ്പൊ വിസിൽ കേൾക്കാം. അപ്പൊ എല്ലാം സ്റ്റാർട്ട് ചെയ്തോളാം. വലിച്ചുകൊണ്ട് മറ്റേ കൊണ്ടുപോയി വലിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ശക്തരായ ബ്ലൂ റെഡ് തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. ശക്തമായ മത്സരം. ആരാണ്? വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ആർക്കു വേണ്ടിയും സംസാരിക്കാൻ കഴിയുന്നില്ല. കയ്യിൽ ചോപ്പായിരുന്നാലും ഗോൾഡ് ആയിരുന്നാലും കാര്യമില്ല. നെഞ്ചകത്തുള്ള ധൈര്യവും അത് പച്ച അതാണ് പ്രധാനം. അത് പച്ച ആകണല്ലേ. വാശിയേറിയ വടംവലി മത്സരത്തിന്റെ വാശിയേറിയ മത്സരത്തിന്റെ വിസിലടിക്കായി കാതോർക്കുന്ന രണ്ട് ടീമുകൾ ആവേശകരമായ ആ വിസിലിന് വേണ്ടി ആ നിമിഷത്തിന് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീലണിയൊരു പന്തിനൊപ്പം പായുന്നു. പകലോലസ്തമിച്ചാൽ പോലും നീ അത് തുടരുന്നു. പകലിൽ നീലണിയൊരു പന്തിനൊപ്പം പായുന്നു. പകലോലസ്തമിച്ചാൽ പോലും നീ അത് തുടരുന്നു.
നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു. നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു. നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്നൊരു പെട്ടി. വിഷമയമാക്കുമതു നിൻ ജീവിതമറിയൂ കുട്ടി. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്നൊരു പെട്ടി. വിഷമയമാക്കുമതു നിൻ ജീവിതമറിയൂ കുട്ടി. ദിനരാത്രം മുഴുവൻ ആണും പെണ്ണും അതിൻ ചുവട്ടിൽ. ഒന്നിനും കൊള്ളാത്തൊരു കൂട്ടം വളരുന്നീ നാട്ടിൽ. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. അള്ള പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്നു വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്? അള്ള പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്നു വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്? മറക്കാതെ മനസ്സിൽ ഈമാൻ കൊണ്ട് നീ നിറക്ക്. മരണം പുൽകും മുമ്പ് റബ്ബിനോട് ദുആ ഇരക്ക്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്.